We have to determine the Young's modulus of the material of a bar by non-uniform bending using a pin and microscope apparatus. ഇതാണ് ഒരു നോൺ യൂണിഫോം ബെൻഡിങ്ങിൻ്റെ സെറ്റപ്പ്. ഒരു ബീമുണ്ട്, ബീമിൻ്റെ സെൻറ്ററിൽ ഒരു നീഡിലുണ്ട്. ഈ ബീം നമ്മൾ രണ്ട് നൈഫ് എഡ്ജസിൻ്റെ മുകളിൽ സിമെട്രിക്കലി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് നമ്മൾ വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് ഈ ബീമിൻ്റെ മിഡ് പോയിൻറ്റിലായിട്ടാണ്. ഈ വുഡൻ സ്കെയിലാണ് നമ്മുടെ ബീം. ഈ ബീമിൻ്റെ സെൻറ്ററിലായിട്ട് 50 സെൻറ്റിമീറ്ററിൽ ഒരു നീഡിൽ ഉണ്ട്. ഈ ബീം നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഫോർ ലെങ്ത് 40 സെൻറ്റിമീറ്ററിലാണ്. 40 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറ്റി നമ്മളൊരു നൈഫ് എഡ്ജ്, രണ്ട് സൈഡിലും 20 സെൻറ്റിമീറ്റർ മാറ്റി നമ്മൾ നൈഫ് എഡ്ജ് പ്ലേസ് ചെയ്തിരിക്കുന്നു. സോ നൗ ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് 40 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഡെഡ് ലോഡ് മാത്രം, ദാറ്റ് ഈസ് W0 മാത്രം ഇട്ടിട്ടാണ്. സോ നമ്മൾ W0 നമ്മുടെ ബീമിൽ ഹാങ് ചെയ്തു. ഇപ്പോൾ ഈ ബീം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ മാസിനും കറസ്പോണ്ടിങ് ആയി നമ്മുടെ നീഡിൽ റീഡിംഗ് ആണ് നമുക്ക് എടുക്കേണ്ടത്. നീഡിലിൻ്റെ റീഡിംഗ് എടുക്കാനായി നമ്മൾ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നീഡിൽ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അതിനുശേഷം മൈക്രോസ്കോപ്പ് നമ്മുടെ നീഡിലിനോട് വളരെ അടുപ്പിച്ച് വയ്ക്കാം. പിന്നീട് പതുക്കെ പതുക്കെ ഐ പീസ് നോക്കിക്കൊണ്ട് നമ്മൾ ബാക്കിലേക്ക് തിരിക്കാം. ഇപ്പോൾ നമ്മുടെ നീഡിൽ ഫോക്കസായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നീഡിൽ നമുക്ക് ഫോക്കസായി കാണാം. ഇനി നമ്മുടെ ഐ പീസിൻ്റെ ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ നീഡിൽ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ടാൻജൻഷ്യൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ നീഡിലിൻ്റെ ടിപ്പ് ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നീഡിലിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ സ്കെയിലിൽ വി ഹാവ് MSR ആൻഡ് VSR. നമുക്കിതിൽ നിന്ന് MSRും VSRും എടുക്കാം. MSR പ്ലസ് VSR ഇൻറ്റു LC ആണ് ഈ നീഡിലിൻ്റെ റീഡിംഗ്. സോ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത് 40 സെൻറ്റിമീറ്ററിലാണ്. ഇപ്പോൾ നമ്മൾ ഡെഡ് ലോഡ് എലോൺ W0 ആണ് ഇട്ടിട്ടാണ് റീഡിംഗ് എടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ MSR എന്ന് പറയുന്നത് 10.3ഉം VSR 36ഉമാണ്. സോ MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് നമ്മളിവിടെ എഴുതാനുള്ള റീഡിംഗ്. ദാറ്റ് ഈസ് ലീസ്റ്റ് കൗണ്ട് ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ 0.001 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് 10.336 ആണ്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെയിറ്റും കൂടി നമ്മളിട്ടു. ദാറ്റ് ഈസ് W0 പ്ലസ് 1M. നീഡിൽ നമ്മൾ ഫോക്കസ് ചെയ്തു, കറസ്പോണ്ടിങ് റീഡിംഗ് നമ്മളെടുത്തു. ഈ എക്സ്പെരിമെൻറ്റ് തന്നെ ടോട്ടൽ 6 വെയിറ്റുകൾക്കുള്ള നീഡിൽ ഫോക്കസ് ചെയ്തുള്ള റീഡിങ്ങുകൾ നമ്മൾ എടുക്കണം. നമ്മളിപ്പോൾ W0 പ്ലസ് 5M ലാസ്റ്റ് വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. നീഡിൽ ഹൊറിസോണ്ടൽ ക്രോസ് വയറുമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. MSR VSR റീഡിംഗ് എടുത്തു. ആൻഡ് നമുക്ക് കിട്ടിയ MSR എന്ന് പറയുന്നത് 10.2ഉം VSR 47ഉമാണ്. നമ്മുടെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് 10.247 ആണ്. ലോഡിങ്ങിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺലോഡിംഗ് ആണ്. അൺലോഡിങ്ങിൽ നമ്മൾ ഒരു വെയിറ്റ് അൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് W0 പ്ലസ് 4Mൻ്റെ റീഡിംഗ് ആണ്. നമ്മൾ നമ്മുടെ നീഡിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്തു. അതിനുശേഷം MSRും VSRും എടുക്കുക. ഈ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ ഓരോ വെയിറ്റ് ആയിട്ട് അൺലോഡ് ചെയ്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ലോഡിങ്ങിൻ്റെ റീഡിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ അൺലോഡിങ്ങിൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത്. അൺലോഡിങ്ങിൻ്റെ റീഡിംഗ് എടുക്കുമ്പോൾ W0 പ്ലസ് 5Mൻ്റെ വാല്യൂ നമ്മൾ ലാസ്റ്റ് ഇട്ട വാല്യൂ ആ സെയിം വാല്യൂ തന്നെ ഇവിടെ എഴുതണം. അടുത്തതായി നമ്മൾ ഒരു വെയിറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് W0 പ്ലസ് 4Mൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് MSR 10.25ഉം VSR 9ഉമാണ് കിട്ടിയത്. സോ ദ ടോട്ടൽ റീഡിംഗ് ഈസ് 10.259. ഇനി അടുത്ത ഒരു വെയിറ്റും കൂടി അൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് W0 പ്ലസ് 3M ആണ്. ഇതേപോലെ വെയിറ്റ് അൺലോഡ് ചെയ്ത് W0 വരെയുള്ള റീഡിങ്ങുകൾ ഇവിടെ എടുക്കാം.
സോ 40 സെൻറ്റിമീറ്റർ ലെങ്തിൻ്റെ ലോഡിംഗ് അൺലോഡിംഗ് റീഡിംഗ് നമുക്ക് കിട്ടി. സോ W0 വെയ്റ്റിൻ്റെ ലോഡിംഗ് അൺലോഡിങ്ങിൻ്റെ മീൻ എന്ന് പറയുന്നത് x0 ആണ്. ആൻഡ് W0 പ്ലസ് എമ്മിൻ്റെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിൻ്റെ മീൻ x1. സിമിലർലി വി ഹാവ് x2, x3, x4 ആൻഡ് x5. നെക്സ്റ്റ് കോളം ഡിപ്രഷൻ ഫോർ 3M ആണ്. അതായത് ഇവിടെ നമ്മൾ W0 ഇട്ടു. നെക്സ്റ്റ് 3 വെയിറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് W0 പ്ലസ് 3M. ദാറ്റ് ഈസ് x3 minus x0. This is the depression for 3M. Similarly, we have x4 minus x1 and x5 minus x2. ഈ 3 വാല്യൂ നമുക്ക് ഡിപ്രഷൻ ഫോർ 3 മാസ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് കോളം മീൻ ഡിപ്രഷൻ ഫോർ 3M. അതായത് ഈ 3ൻ്റെയും കൂടി മീൻ എടുത്താൽ നമുക്കിവിടെ മീൻ ഡിപ്രഷൻ ഫോർ 3M കിട്ടും. നെക്സ്റ്റ് മീൻ ഡിപ്രഷൻ ഫോർ എം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ 3M വാല്യൂ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് മീൻ ഡിപ്രഷൻ ഫോർ എം കിട്ടും. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LQ/E ആണ്. L എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ, ഇയുടെ വാല്യൂ ഉണ്ട്. നമുക്ക് LQ/E കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ സെയിം എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ലെങ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് 50 സെൻറ്റിമീറ്റർ വയ്ക്കുക. എഗെയിൻ ഫൈൻഡ് ഔട്ട് LQ/E. യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ബാറിൻ്റെ ബ്രെഡ്ത്ത് ആവശ്യമാണ്. അതിന് യൂസിങ് എ വെർനിയർ കാലിപ്പേഴ്സ് നമ്മളതിൻ്റെ ബ്രെഡ്ത്ത് മെഷർ ചെയ്യുന്നു. അതേപോലെ ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ദ ബാർ യൂസിങ് സ്ക്രൂ ഗേജ് നമ്മൾ ബാറിൻ്റെ തിക്നെസ്സും മെഷർ ചെയ്യും. സോ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ 2 ഡിഫറെൻറ്റ് ലെങ്തിൻ്റെ LQ/E കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ മീൻ വാല്യൂ ഓഫ് LQ/E കാണാം. ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ നമ്മൾ കണ്ടുപിടിച്ചു. D തിക്നെസ് ഓഫ് ദ ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ദ ഇക്വേഷൻ ഫോർ യങ്സ് മോഡുലസ് ഇസ് mg ഡിവൈഡഡ് ബൈ 4bd³ ഇൻറ്റു LQ/E. എം എന്ന് പറയുന്നത് മാസ് ആണ്. സോ നമ്മൾ വെയ്റ്റ് ഹാങ്ങറിൽ W0 എന്ന് പറയുന്ന ഒരു മാസ് 50 ഗ്രാം വീതമാണ് എടുത്തത്. ദെർഫോർ ദ മാസ് M ഇസ് 50 ഗ്രാം. ആൻഡ് ജിയുടെ വാല്യൂ 9.8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. D ഇസ് ദ തിക്നെസ് ഓഫ് ദ ബാർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് LQ/E ഇസ് ദ മീൻ വാല്യൂ ഓഫ് LQ/E. ആൻഡ് ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ